ഫോട്ടോഗ്രാഫി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളെടുക്കുന്ന ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഓൺലൈനിൽ വിറ്റിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ധാരാളം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. നമ്മളെടുക്കുന്ന ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഓൺലൈനിൽ വിറ്റിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഫോട്ടോസുകളും വീഡിയോസുകളും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 സൈറ്റുകളാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഷട്ടർസ്റ്റോക്കും രണ്ടാമത്തേത് അഡോബ് സ്റ്റോക്കും. നമ്മളെടുക്കുന്ന ഫോട്ടോസൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ റിവ്യൂ പോയിട്ട് നമുക്ക് നേരെ പണം സമ്പാദിക്കാൻ പറ്റുന്നതാണ്. ഈ സൈറ്റുകളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ ഘട്ടങ്ങളെന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ എടുക്കുന്ന സീനറീസ്, ഫോറസ്റ്റ്, വെള്ളച്ചാട്ടങ്ങൾ, ഫ്രൂട്ട്സ്, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാം. എന്നിട്ട് അതെല്ലാം നമുക്ക് ഈ സൈറ്റിൽ കയറ്റുകയും ചെയ്യാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ കുത്തിരുന്നിട്ട് എങ്ങനെ ജെനുവിനായിട്ട് പണം സമ്പാദിക്കുക എന്നുള്ളൊരു വഴിയാണിത്. പൊതുവെ ക്യാഷ് സമ്പാദിക്കുക അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് ധാരാളം തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നതാണ്. പക്ഷേ ഇത് അതുമാതിരല്ല, ഇത് വളരെ ജെനുവിനായിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഈ സൈറ്റിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പണം കിട്ടുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 100 ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടേക്ക് അവർ ഈ ഫോട്ടോസ് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെടുക്കുന്ന ഫോട്ടോസ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസൊക്കെ നമ്മളിതിലിടുന്നത്. അതിൽ നമ്മൾ ഫോട്ടോ സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലെയറോ അങ്ങനത്തെ ഒരു കുത്തോ കോമയോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. വളരെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഫോട്ടോസൊക്കെയാണ് നമ്മളിതിലിടുന്നത്. ഇപ്പോൾ സ്മാർട്ട് ഫോണുകളൊക്കെ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. നമ്മളിപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് എടുത്ത ഫോട്ടോസൊക്കെ വെറുതെ കമ്പ്യൂട്ടറിലും ഫോണിലൊക്കെ വെറുതെ അവിടെ പൊടി പിടിച്ച് കിടക്കണ്ട, ഒക്കെ എടുത്തിട്ട് നേരെ കമ്പ്യൂട്ടറിൽ കയറ്റിയാൽ മതി. നല്ല ക്ലാരിറ്റിയിലുള്ള നല്ല വെറൈറ്റി ഫോട്ടോസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവരിത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനുള്ള വരുമാനം നമുക്ക് കിട്ടുകയും ചെയ്യും. ഏകദേശം ഒരു ഫോട്ടോന് $1 വരെ നമുക്ക് കിട്ടും. $1 എന്ന് പറഞ്ഞാൽ ഏകദേശം 70-75 റുപ്യ ആ റേഞ്ചിൽ വരും നമുക്ക് സംഭവം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രമായിരിക്കും അത് ഡൗൺലോഡ് ചെയ്യുക, അത് ഇഷ്ടംമാതിരി ആൾക്കാർ ഡൗൺലോഡ് ചെയ്യും. ഏകദേശം $25 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സൈറ്റിൽ നിന്ന് നമുക്ക് നേരെ പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഈ സൈറ്റ് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ക്ലാരിറ്റിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വരെ വന്നിട്ടുണ്ടെങ്കിൽ അവരാരും ഇത് ആക്സെപ്റ്റ് ചെയ്യൂല. നമ്മളൊരു 100 ഫോട്ടോസ് ഇട്ടാൽ മാത്രമേ ഉള്ളൂ അതിലൊരു 20 ഫോട്ടോസെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മളെന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് എടുക്കുന്ന ഫോട്ടോസ് നമ്മളെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ പോയാലോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള ഫോട്ടോസൊക്കെ നമ്മളതിൽ അപ്ലോഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളതും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഗൂഗിൾ ക്രോം വഴിയാണ് ഈ സൈറ്റിൽ കയറുന്നത്. അതിനു മുമ്പായി റൈറ്റ് സൈഡിൻ്റെ മുകളിൽ കാണുന്ന ഈ 3 പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഷട്ടർസ്റ്റോക്കിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ലോഗിൻ സൈനപ്പ് മെനു. അതിൽ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ചോദിക്കും. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്തു. തുടർന്ന് വരുന്ന ഈ ഒരു ഇൻ്റർഫേസിൽ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന മെനു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ സെൽ കണ്ടൻറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഷട്ടർസ്റ്റോക്കിൻ്റെ ഹോം പേജ് എത്തി. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫുൾ നെയിമും അതിൽ ഡിസ്പ്ലേ നെയിമും പിന്നെ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ അടിച്ചു കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മെയിലിലേക്ക് ഇവർ നേരെ അയക്കും. നമ്മൾ നേരെ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലീസ് ക്ലിക്ക് ഹാവ് ടു വെരിഫൈ യുവർ ഇമെയിൽ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഷട്ടർസ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ഇത് സൈനിങ് ചെയ്യുക. സൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കും. അത് മൊത്തം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. നമുക്ക് എത്ര ഫോട്ടോസ് വേണമെങ്കിലും ഇവിടെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ നേരെ റിവ്യൂവിന് പോയിട്ട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും അവർ ആക്സെപ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം 2 ഫോട്ടോസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. സെലക്ട് ചെയ്ത ഫോട്ടോസൊക്കെ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. തുടർന്ന് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ റിവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഫോട്ടോസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എഴുതണം. ഇങ്ങനെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് അവർ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ റീപ്ലൈ നമുക്ക് തരും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് എങ്ങനെ പണം വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. ഷട്ടർസ്റ്റോക്കിൻ്റെ ഹോം പേജിൽ തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം, പ്ലീസ് പ്രൊവൈഡ് ആസ് യുവർ പേ ഔട്ട് ഡീറ്റെയിൽസ് എന്നുള്ളത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും. നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മുടെ ഫോൺ നമ്പറും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണോ പേയ്മെൻറ്റ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ 3 ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിലെങ്ങനെ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റും. നമുക്ക് ഈ 3 സോഴ്സ് വഴിയും പണം വിഡ്രോ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഗൂഗിൾ വഴിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഷട്ടർസ്റ്റോക്കുമായിട്ട് നമുക്ക് നേരെ ലിങ്ക് ചെയ്തെടുത്താൽ മതി. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഈ ഓപ്ഷൻ വഴി വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.